Hey guys, welcome back to YouTube channel. It's a cleaning vlog. Okay, 9ാം ക്ലാസ്സുകാരുടെ പബ്ലിക് എക്സാമിൻ്റെ ഇംഗ്ലീഷാണ് ഇനി നടക്കാനുള്ളത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് എക്സാം ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു ക്ലീനിങ് വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എണീറ്റിട്ട് ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമില്ല, പാഠഭാഗങ്ങളൊക്കെ കുഴപ്പമില്ല വായിക്കാനായിട്ട്, എല്ലാതും തലയ്ക്ക് കയറുന്നുണ്ട്. ഗ്രാമർ പോർഷൻസാണ് ഇനി എനിക്ക് കവർ ചെയ്യാനുള്ളത് കേട്ടോ. അത് കവർ ചെയ്താൽ ഓക്കെ ആവും. ഇപ്പോൾ ഞാൻ മാറ്റുന്ന ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇനി ഇടാനുള്ള ബെഡ്ഷീറ്റും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യുക, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഞാനൊരു വൈറ്റ് തീമിലുള്ള ബെഡ്ഷീറ്റാണ് എൻ്റെ ബെഡ്റൂമിൽ ഇടാറുള്ളത് കേട്ടോ. സ്റ്റഡി ടേബിളും ബെഡ്റൂമിലെ ബെഡും വലിയ പ്രശ്നമില്ലാതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ഞാൻ പബ്ലിക് എക്സാമിൻ്റെതൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ഒന്ന് പഠിക്കുന്നതിന് മുമ്പേ റൂമൊന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് പഠിക്കാനിരിക്കാറുള്ളത് കേട്ടോ. ബെഡ് ഞാൻ സൈഡിലൊക്കെ ഇൻസൈഡ് ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊന്നും പ്രശ്നമായിട്ട് വരാറില്ല ഇൻസൈഡ് ചെയ്ത് വയ്ക്കുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഒന്ന് മാറിക്കിടക്കാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ 11:49 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണി ആവാനായിട്ട് ഇനി ഒരു 10 മിനിറ്റ്. ഓക്കെ, ഞാനൊന്ന് മുടിയൊന്ന് ജസ്റ്റ് കെട്ടി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി കുടഞ്ഞൊക്കെ ഇട്ടു. ഇനി പില്ലോ കവർ മാറ്റിയിട്ട് ബെഡ്ഷീറ്റിന് അനുയോജ്യമായിട്ടുള്ള പില്ലോ കവറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ 2 എക്സാം നമ്മുടെ കഴിഞ്ഞു, ഹിന്ദിയും മലയാളവും കഴിഞ്ഞു. മലയാളം പേപ്പറിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹിന്ദി പേപ്പർ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മലയാളം റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കയറി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റഡി ടേബിൾ അല്ലായിരുന്നു രാവിലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബെഡ് ടേബിളായിരുന്നു യൂസ് ചെയ്തത്. ബെഡ് ടേബിൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ സ്റ്റഡി ടേബിളിലായിരുന്നില്ല ഇരുന്നിരുന്നത്, ബെഡ് ടേബിളിൻ്റെ മുകളിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബെഡ് ടേബിളിൻ്റെ റിവ്യൂ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടാവുന്നതാണ് കേട്ടോ. പബ്ലിക് എക്സാം കഴിഞ്ഞതിന് ശേഷം ബെഡ് ടേബിളിൻ്റെ റിവ്യൂ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റൈറ്റിംഗ് ബോർഡ്, അതുപോലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് നോട്ട്, അതുപോലെ സ്റ്റുഡൻസ് ഇന്ത്യ നല്ല ബുക്കാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ റെഫർ ചെയ്യുന്നത് സ്റ്റുഡൻസ് ഇന്ത്യയാണ്. അതൊക്കെ ഞാൻ ബാഗിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാഗിനുള്ളിലോട്ട് എടുത്ത് വെച്ചത് കേട്ടോ. ഇനി എക്സാമിന് ഞാൻ മുൻപ് ഇങ്ങനത്തെ പൗച്ചായിരുന്നില്ല കൊണ്ടുപോയിരുന്നത്. ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോൾ വേറെ പൗച്ചായിരുന്നു. എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ക്ലിയർ പൗച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്. ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫയലിൽ ഇരിക്കുന്നുണ്ട്, ഹിന്ദിയുണ്ട് മലയാളം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചു, പാക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഹിന്ദി എക്സാമിൻ്റെ പേപ്പറാണ് നോക്കുന്നത്. അത് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ ഒക്കെ റെഫർ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 38.5 മാർക്കാണ്. 1.5 മാർക്ക് എനിക്ക് എവിടെയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 മാർക്ക് ടീച്ചറുടെ ഡിസ്കോഴ്സിന് മാർക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 1 മാർക്ക് ഞാൻ വേഗത കൂട്ടിയിട്ട് വെറുതെ 1 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഉത്തരമായിരുന്നു, പക്ഷെ ഞാൻ വേഗത കൂട്ടിയിട്ട് വെഗ്ലിത്തരം കൂട്ടിയിട്ട് ഞാനൊരു മാർക്ക് അറിയാതെ തന്നെ പോയതാണ് കേട്ടോ. എനിക്കറിയായിരുന്നു അതിൻ്റെ ഉത്തരം, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ എനിക്ക് മാർക്ക് പോയതുകൊണ്ട് തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേപ്പറായിരുന്നു. ഓണം എക്സാമിന് എനിക്ക് 39 ഉണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിന് എനിക്ക് 38.5 ആയി. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ പേപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേപ്പർ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അതിനുശേഷം ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേന, പെൻസിൽ, കട്ടർ, സ്കെയിൽ അതൊക്കെ വെക്കാനൊരു സ്റ്റാൻഡ്, അതുപോലുള്ള ഐറ്റംസൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വീഡിയോ എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് അടിപൊളിയായിട്ട് വീണ്ടും എൻ്റെ സ്റ്റഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ബാഗിനോട്ട് കറണ്ട് പ്ലേസിലുണ്ടായിരുന്ന ബാഗ് ഞാൻ മാറ്റിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്ര നന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഞാൻ മിററും കൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ബൈ ടാറ്റാ.